അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിനക്സിലെ പെർമിഷനുകളെ പറ്റിയാണ്. സാധാരണഗതിയിൽ നിങ്ങൾ പെർമിഷനുകളായിട്ട് ഡീൽ ചെയ്തിട്ടുള്ളത് ടെർമെക്സിലോ അല്ലെങ്കിൽ കാലി ലിനക്സിലോ ഏതെങ്കിലും സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ക്രിപ്റ്റിന് പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യാറുള്ള എന്താ, ചില ട്യൂട്ടോറിയൽ നിങ്ങൾ കണ്ടു വെച്ചിട്ടുള്ള പരിചയം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ട്യൂട്ടോറിയൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത്രയായിരിക്കും, chmod +x ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ നെയിം കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചില വീഡിയോകളിൽ chmod 777 ആ ഒരു ഫയലിൻ്റെ നെയിം കൊടുക്കും. ഇങ്ങനെയാണ് സാധാരണ പെർമിഷൻ കൊടുക്കുന്നത്. ഇനി പെർമിഷനെ പറ്റി ധാരണ ഇല്ലാത്തവരാണെന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പെർമിഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഈ പറയുന്ന പെർമിഷൻ എന്ന് പറയുന്നത് ഒരു ഫയല്, ഒരു എക്സിക്യൂട്ടബിൾ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടുന്ന പെർമിഷനാണ്. അതായത് നമ്മളൊരു ഷെൽ സ്ക്രിപ്റ്റ് എഴുതിയോ, ഷെൽ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ബാഷ് സ്ക്രിപ്റ്റിൽ നമ്മൾ എഴുതുന്ന കമാൻഡ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്, ഒരു പ്രത്യേക ആവശ്യത്തിന് എഴുതുന്ന ഒരു കമാൻഡിൻ്റെ ഗ്രൂപ്പിനെയാണ് ഷെൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഷെൽ സ്ക്രിപ്റ്റ് അല്ലെ ബാഷ് സ്ക്രിപ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലെ ഒരു പ്രോഗ്രാം അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം അതിന് പെർമിഷൻ കൊടുക്കണം, എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം. ആ ഒരു പെർമിഷനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു +x കൊണ്ട് എന്താ മീൻ ചെയ്യുന്നതെന്നൊരു സംശയം കാണും, അല്ലെങ്കിൽ 777 കൊണ്ട് എന്താ മീൻ ചെയ്യുന്നതെന്ന് ഒരു സംശയം കാണും. ഈ ഒരു പെർമിഷൻ കൊടുക്കുന്നത്, ഈ 77 കൊടുക്കുന്നതിന് പകരം അത് ചുരുക്കി 7 മാത്രം ഇട്ട് 7demo.sh എന്ന് കൊടുത്താൽ പോരെ, എന്തിനാ എത്ര വലിച്ചു നീട്ടിപ്പോകുന്നത്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് കാണും. ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നതോടെ നിങ്ങൾ ലിനക്സിലെ പെർമിഷനുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് ഈ 77 വന്നത്, അല്ലെങ്കിൽ ഒരു +x വന്നത്? ഈ രണ്ട് ഓപ്ഷണൽ ആർഗ്യുമെന്റ് മാത്രമല്ല chmod. ഇന്നത്തെ വീഡിയോയിൽ chmodലും അതിൽ വരാവുന്ന എല്ലാ പോസിബിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് മനസ്സിലാക്കും. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ ട്യൂട്ടോറിയൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാലി ലിനക്സ് എന്ന് പറഞ്ഞൊരു OS-ലല്ല, പകരം ലിനക്സ് മിന്റ് എന്ന് പറയുന്ന ഒരു OS-ലാണ്. ഈ ഒരു ലിനക്സിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾ ഈ ഒരു OS-നെ പറ്റി, കാലി ലിനക്സ് എന്ന് പറഞ്ഞ OS-നെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ കേട്ടുകയാണ്. അപ്പോൾ ഒരു ഡെബിയൻ ബേസ്ഡ് ആണ് നിങ്ങൾ അറിഞ്ഞും കാണും. സിംപ്ലി ഈ ഡെബിയനും ഡെബിയൻ ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് താരതമ്യപ്പെടുത്തി പറയാവുന്നത് ആൻഡ്രോയിഡിൻ്റെ കാര്യത്തിലാണ്. പ്യുവർ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ശരിക്കും ഗൂഗിളാണ് പുറത്തെടുക്കുന്നത്. ആ ഒരു ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഓപ്പൺ സോഴ്സ് ആണ്. ആ ഒരു പ്രോഗ്രാം സാംസങ്ങിൻ്റെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പോൾ അത് സാംസങ് 1 എന്ന് പറയുന്ന UI ആയി. ആ സെയിം ആൻഡ്രോയിഡ് ഷവോമി അല്ലെങ്കിൽ റെഡ്മി എന്ന് പറയുന്ന കമ്പനി എടുത്ത് അവരുടെ ഫോണുകൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റം ലുക്കും ഫീച്ചറും എല്ലാം ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് MIUI ആണ്. ആ ഒരു സെയിം ഐഡിയ ആണ് ഇവിടെയുള്ളത്. ഡെബിയൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്തിക്കൽ ഹാക്കിങ്ങിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പോൾ അത് കാലി ലിനക്സ് ആയി. അതുപോലെ ജനറൽ യൂസിന്, നമ്മുടെ വീടുകളിൽ നമ്മൾ സാധാ യൂസിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ യൂസിന് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് യൂസിനെല്ലാം ഉതകുന്ന രീതിയിലുള്ള ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷനാണ് ലിനക്സ് മിന്റ് എന്ന് പറയുന്നത്. കാലി ലിനക്സിലെ എല്ലാ ബാഷ് കമാൻഡ്സും ഈ ഒരു ലിനക്സ് മിന്റിൽ നമുക്ക് റൺ ചെയ്യാം, എല്ലാ ബാഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമാൻഡുകളും. പക്ഷേ കാലി ലിനക്സിലെ ചില സോഫ്റ്റ്വെയറിൽ ഈ പറയുന്ന ലിനക്സ് മിന്റിൽ കിട്ടണമെന്നില്ല. ലിനക്സ് മിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചില സോഫ്റ്റ്വെയർ കാലിയിലും കിട്ടണമെന്നില്ല. അങ്ങനൊരു വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ. ലിനക്സ് മിന്റ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, വിൻഡോസ് യൂസ് ചെയ്യുന്നതിന് പകരം വിൻഡോസിൽ ഗെയിം കളിക്കുന്ന ഒരു ഫീച്ചർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫീച്ചറുകളും ഇവിടെ അവൈലബിൾ ആണ്. ഗെയിം കളിക്കുന്ന ഒഴിച്ചാൽ നമ്മൾ അതിൽ ചെയ്യാറുള്ളത് ഇൻ്റർനെറ്റിൽ സർഫ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള ടൂളുകൾ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്യാറുള്ള MS ഓഫീസ് പോലത്തുള്ള ആപ്ലിക്കേഷൻ, എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് തയ്യാറാക്കുക, ഒന്നുകിൽ ഒരു PPT ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യണം. അഡോബ് ഇല്ലസ്ട്രേറ്ററിലോ ഫോട്ടോഷോപ്പിലെ പോലെ ഡിസൈൻ ചെയ്യണം. പക്ഷേ അഡോബ് ഇല്ലസ്ട്രേറ്ററിലോ ഫോട്ടോഷോപ്പോ നേരിട്ട് ലിനക്സിൽ അവൈലബിൾ ഇല്ല. അതിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള ആൾട്ടർനേറ്റീവ് സോഫ്റ്റ്വെയറുകളുണ്ട്. അത് ഫ്രീ ആയിട്ട് അവൈലബിളും ആണ്. ഞാനും ഈ പറയുന്ന പർപ്പസുകൾക്കൊക്കെ വേണ്ടിയാണ് ലിനക്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കോഴ്സിലെ ഇൻട്രോസിനൊഴികെ ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്യുന്നത് ഈ ലിനക്സിലാണ്. കോഴ്സിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഈ ഒരു ലിനക്സ് സെക്ഷനിൽ എന്തൊക്കെ വേണം വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് മൈൻഡർ എന്ന് പറയുന്ന ലിനക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൈൻഡ് മാപ്പ് ടൂൾ വഴിയാണ്. ഇങ്ങനെ ഒരുപാട് ഫ്രീ സോഫ്റ്റ്വെയറുകളും ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും ലിനക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ GNU Linux എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ജനറൽ പർപ്പസിനും കൂടെ കേപ്പബിൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇന്നിപ്പോൾ പറഞ്ഞത്. ഇനി പെർമിഷൻ്റെ സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്
ഞാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ആഫ്റ്റർ ഇൻസ്റ്റാൾ കാലി ലിനക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോയിലെ പോർഷനകത്ത് ആ PPT ഏറ്റവും അവസാനമായിട്ട് ടൈലിക്സ് എന്ന് പറഞ്ഞൊരു ടെർമിനലിനെ പരിചയപ്പെടുത്തുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴാണ് അറിയുന്നത് ടൈലിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടെർമിനൽ ഡയറക്റ്റായിട്ട് കാലി ലിനക്സിന് അവൈലബിൾ അല്ല. ഡയറക്റ്റായിട്ട് അവൈലബിൾ അല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലിയുടെ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാം കണക്ഷൻ ഉണ്ട്, റെപ്പോ ഉണ്ട്. ആ റെപ്പോയിൽ ഈ ഒരു പാക്കേജ് ഇല്ല. ടെർമിനൽ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തെ നോൺ GUI ആയി അല്ലെങ്കിൽ ബാഷ് കമാൻഡ്സ് വഴി സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളെയാണ് ടെർമിനൽ എന്ന് പറയുന്നത്. ഒരു ടെർമിനൽ മാത്രമല്ല ലിനക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ടെർമിനലുണ്ട്. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് XSC എന്ന് പറയുന്ന ഒരു ടെർമിനലാണ്. XSC ടെർമിനലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന ടൈലിക്സ് എന്ന് പറയുന്ന ടെർമിനലാണ്. ഇത് കാലി ലിനക്സിൽ ഡയറക്റ്റായിട്ട് അവൈലബിൾ ആയല്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വിൻഡോയ്ക്ക് അകത്ത് തന്നെ നെസ്റ്റഡ് ആയിട്ടുള്ള ടെർമിനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് ഒരു സൈഡിൽ ഒരു കമാൻഡിൻ്റെ മാനുവൽ വായിച്ചു നോക്കാം, ആ സെയിം ടൈമിൽ ആ ഒരു കമാൻഡ് എനിക്ക് യൂസ് ചെയ്ത് നോക്കാനും പറ്റും. സെപ്പറേറ്റ് ഒരു ടെർമിനൽ മാത്രമല്ല, ഒന്നിലധികം ടെർമിനൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നെടുകയും കുറുകയും ടെർമിനൽ ഉണ്ടാക്കാനായിട്ട്. ഇനി വേറൊരു ടെർമിനൽ കാണിച്ചു തരാം. കൺസോൾ എന്ന് പറയുന്ന ടെർമിനൽ. ഇത് പക്ഷേ നമ്മുടെ കാലിയിൽ അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വഴിയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ആപ്റ്റ്. ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു സബ് ഫംഗ്ഷൻ ആപ്റ്റിറ്റ്യൂഡിനെ മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? കോൺസോൾ എന്ന് പറയുന്ന ഈ ഒരു ടെർമിനൽ പ്രോഗ്രാം. ഇത്രയും മാത്രം മതിയോ? പോരാ. നമ്മളൊരു OSന്റെ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു OSൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. പ്രത്യേകിച്ച് ഈ ലിനക്സിൽ OSൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് റൂട്ട് യൂസറിൻ്റെ പെർമിഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് റൂട്ട് യൂസറിൻ്റെ പെർമിഷനോടുകൂടി ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രിഫിക്സിൽ sudo എന്ന് ചേർക്കണം. ഈ ഒരു കമാൻഡ് കൊടുത്ത് ഈ കൺസോൾ എന്ന് പറയുന്ന ടെർമിനൽ ഇൻസ്റ്റാൾ ചെയ്യാം. പല പേരുകളിൽ പല ടെർമിനൽ അവൈലബിൾ ആണെങ്കിലും ഇതെല്ലാം തരുന്ന ഫങ്ഷൻസ് സെയിം ആണ്. സെയിം കാര്യത്തിന് വേണ്ടി ഇതെല്ലാം തരുന്ന ഫങ്ഷൻസ് സെയിം ആണ്. ചില ഫീച്ചേഴ്സ് കൂടുതലുണ്ടെന്ന് മാത്രം. മുമ്പത്തെ വീഡിയോയിൽ മിസ്സായിട്ടുള്ള കുറച്ച് പാക്കേജുകളെ പറ്റി പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് NeoFetch എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഇനിയിപ്പോൾ ഒരു പാക്കേജിൻ്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാം, ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. NeoFetch എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ടെർമിനൽ പ്രിൻ്റ് ആവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് NeoFetch. കമാൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, പലതരത്തിലുള്ള കമാൻഡുകൾ ചേർത്തെഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്, ഒരു പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് NeoFetch എന്ന് പറയുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, അതിൻ്റെ കേർണൽ വെർഷൻ ഏതാണ്, നെറ്റ്വർക്കിൽ അതിൻ്റെ നെയിം അതായത് ഹോസ്റ്റ് നെയിം എന്താണ്, കൂടാതെ അതിനകത്ത് എത്ര പാക്കേജുകളുണ്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2799 DPKG. DPKG എന്ന് വെച്ചാൽ സിംപ്ലി ഡെബിയൻ പാക്കേജസ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഡെബിയൻ പാക്കേജ് എന്ന് വന്നത് നിങ്ങൾക്ക് അറിയാം. ഡെബിയൻ എന്ന് പറഞ്ഞ OS കസ്റ്റമൈസ് ചെയ്താണ് വന്നത്. അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ 9F എന്ന് കൊടുത്തതിൻ്റെ കാര്യം ഫ്ലാറ്റ് പാക്ക് എന്ന് പറയുന്ന ഒരു രീതിയിൽ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. ഡെബിയൻ പാക്കേജ് അല്ലാണ്ട് ഡെബിയൻ പാക്കേജുകൾ വേറെ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ് ഫ്ലാറ്റ് പാക്ക് എന്ന് പറയുന്നത്. അപ്പം 9 ഫ്ലാറ്റ് പാക്കേജുകൾ ഉണ്ടെന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ്. കാലിയിൽ അവൈലബിൾ അല്ലാത്തൊരു ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ് ആണ് ഈ ഒരു ലിനക്സ് മിനിലുള്ളത്. അതിൻ്റെ പേര് സിന്നാമോൺ എന്നാണ്. പിന്നെ ഈ പറയുന്ന വിൻഡോ മാനേജറിൻ്റെ തീം സാധാരണ തീം ഐക്കൺസ് ഏത് ടെർമിനലാണ് യൂസ് ചെയ്യുന്നത്? കോൺസോൾ എന്ന് പറയുന്ന ടെർമിനലാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊസസ്സർ ഏതാണ്, നമുക്ക് GPU അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഏതാണ് ആ GPU, എത്രത്തോളം RAM യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പാക്കേജ് വഴി അറിയാൻ പറ്റും. മറ്റൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് ട്രീ. ഈ ട്രീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിംപ്ലി നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡറിനകത്ത് കയറി ട്രീന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൾഡറിൻ്റെ സ്ട്രക്ചർ ട്രീയിൽ പ്രിൻ്റ് ആവും. ഞാനിപ്പോൾ എൻ്റെ ഹോമിലോട്ട് മാറിയിട്ട് ട്രീ കാണിക്കുകയെന്നുണ്ടെങ്കിൽ എൻ്റെ ഹോമിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫയലുകളും എല്ലാ ഫോൾഡറുകളുടെയും ഒരു ട്രീ ഫോമിലുള്ളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടും. ഒരുപാട് ഫയലുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇത് പ്രിൻ്റ് ചെയ്ത് തീരാത്തത്. എനിക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+C പ്രസ് ചെയ്താൽ മതി. ഈ ഒരു കമാൻഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം ഒരു കമാൻഡ് ടൈപ്പ് ചെയ്തു, CD എന്ന് പറയുന്ന ഒരു കമാൻഡ്. CD ഹോം എന്ന് പറയുന്നത് ടൈറ്റിൽ സിമ്പിൾ ഹോമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് മുമ്പത്തെ വീഡിയോ നമുക്ക് മനസ്സിലായി. മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർ പോയി കാണുക. രണ്ടാമത് ട്രീ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഞാൻ കൊടുത്തു. ഈ രണ്ട് കമാൻഡുകൾ നമുക്ക്
രണ്ട് കമാൻഡുകൾ ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആൻഡ് സിമ്പിൾ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ സിംപ്ലി എനിക്ക് CD ഡെസ്ക്ടോപ്പ്, അതൊന്നാമത്തെ കമാൻഡ്. രണ്ടാമത്തെ കമാൻഡ് CD ഡെസ്ക്ടോപ്പിൻ്റെ ഒരു ട്രീ സ്ട്രക്ചർ എനിക്ക് കിട്ടണം. അതിന് ഞാൻ ട്രീ എന്ന് പറയുന്നൊരു കമാൻഡ് കൊടുത്തു. ഇത് എളുപ്പം ചെയ്യാൻ വേണ്ടിയാണ്, ഇത് ഒറ്റ ലൈനിൽ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് CD ഡെസ്ക്ടോപ്പ് ആൻഡ് ട്രീ. അതെനിക്ക് എളുപ്പം ചെയ്യാൻ പറ്റി. ഇതുപോലെ നമുക്ക് ഈ ആൻഡ് എവിടെയൊക്കെ യൂസ് ചെയ്യാം? അപ്ഡേറ്റും അപ്ഗ്രേഡും ചെയ്യുന്നതിന് നമ്മൾ രണ്ട് കമാൻഡുകളാണ് കൊടുക്കുന്നത്. അപ്ഡേറ്റും അപ്ഗ്രേഡും നമ്മൾ ഡിഫറൻസ് നിങ്ങൾക്ക് നേരത്തെ അറിയാം, മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാം. sudo apt അപ്ഡേറ്റ് ഒരെണ്ണം കൊടുക്കണം, പിന്നെ വീണ്ടും sudo apt അപ്ഗ്രേഡ് കൊടുക്കണം. അങ്ങനെ കഷ്ടപ്പെടുന്നതിന് പകരം സിംപ്ലി sudo apt അപ്ഡേറ്റ്, sudo apt അപ്ഗ്രേഡ്, പിന്നെന്താണ് വേണമെങ്കിൽ y എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റും കൂടെ ഇതിൽ പാസ് ചെയ്തിടാം. y എന്തിനാണെന്ന് നിങ്ങൾക്ക് മുമ്പേ അറിയാം. അതായത് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട, അപ്ഗ്രേഡ് ചെയ്യേണ്ട ഫയലിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ടെർമിനലിൽ ചോദിക്കും ഇത്ര അധികം ഫയലുകളുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ചെറിയ സൈസേ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വർണ്ണോ കാര്യങ്ങൾ ചോദിക്കത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. പെർമിഷൻസ്. നമ്മുടെ സിസ്റ്റത്തിനകത്ത് പല തരത്തിലുള്ള റിസോഴ്സ് ഉണ്ട്. ഫോൾഡറുകളുണ്ട്, ഫയലുകളുണ്ട്. ഈ ഫയലുകളിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോകളുണ്ട്, PDF ഫയലുകളുണ്ട്, വീഡിയോ ഫയലുകളുണ്ട്, സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ ഫയലുകളുണ്ട്, പിന്നെ എക്സിക്യൂട്ടബിൾ ഫയലുകളുണ്ട്. ഇങ്ങനെ ഇതാണ് സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള റിസോഴ്സുകൾ. ഈ എല്ലാ റിസോഴ്സിനും പെർമിഷനുകൾ ബാധകമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ പെർമിഷനുകൾ? ആ പെർമിഷനുകൾ എങ്ങനെ ഓരോ റിസോഴ്സിനും കൊടുക്കാം, ഓരോ റിസോഴ്സിൽ നിന്ന് ആ പെർമിഷൻ എങ്ങനെ എടുത്ത് കളയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെ നമുക്ക് ഒരു ഫയലിൻ്റെ അല്ലെങ്കിൽ ഫോൾഡറിൻ്റെ പെർമിഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നുകിൽ നമ്മൾ കമാൻഡ് ലൈൻ വഴി നമുക്കൊരു പെർമിഷൻ കണ്ടുപിടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കമാൻഡ് ലൈൻ യൂസ് ചെയ്യാതെ ചെയ്യാം. കമാൻഡ് ലൈൻ യൂസ് ചെയ്യാതെ ഒരു ഫയലിൻ്റെ പെർമിഷൻ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫയൽ മാനേജറിൽ ആ ഒരു ഫയൽ സെലക്ട് ചെയ്യുക, സിംപ്ലി ആ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസിൽ പോവുക. പ്രോപ്പർട്ടീസിൽ പെർമിഷൻ എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്. അവിടെ ആ ഒരു ഫയലിനെ പറ്റിയുള്ള എല്ലാ പെർമിഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓണറുടെ പെർമിഷൻ, ഗ്രൂപ്പിൻ്റെ പെർമിഷൻ, അതേഴ്സ്, ഈ ഓണറും ഗ്രൂപ്പും അല്ലാതെ വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് പെർമിഷൻ, ഇത് എക്സിക്യൂട്ടബിൾ ആണോ അല്ലയോ. ഇനി രണ്ടാമത് ടെർമിനലിനകത്ത് നമുക്ക് ഈ പെർമിഷൻ എങ്ങനെ നോക്കാം. ഡെസ്ക്ടോപ്പിൽ ലിനക്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ എൻ്റെ കുറച്ച് ഫയലുണ്ട്. ആ ഫയൽ കാണാൻ വേണ്ടി എനിക്ക് ജസ്റ്റ് LS എന്ന് കൊടുക്കാം. LS എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഫയൽസ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ഫയലിൻ്റെ ലിസ്റ്റ് ഒരു ലിസ്റ്റായിട്ട് തന്നെ കാണിക്കണമെങ്കിൽ LSൽ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിടാം, L എന്നുള്ള ആർഗ്യുമെൻറ്റ്. അതിൻ്റെ തുടക്കത്തിൽ കാണും ടോട്ടൽ 20. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെർമിഷനുകൾ. പിന്നെ കുറച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ 5 ഉണ്ട്, 5, 7 അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ 71 ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലല്ല ഇത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ LSൽ ലിസ്റ്റ് കൊടുക്കുന്ന കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്കൊരു ഹ്യൂമൻ റീഡബിൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ L എന്നല്ലാതെ വേറൊരു ആർഗ്യുമെൻറ്റ് കൂടെ പാസ് ചെയ്യണം, H എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ്. ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ സിംപ്ലി നമുക്കറിയാം മാൻ എന്ന് പറയുന്ന പാക്കേജിൻ്റെ യൂസ്. ഏതെങ്കിലും ഒരു കമാൻഡിനെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള മാനുവൽ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ മാൻ ആ ഒരു പ്രോഗ്രാമിൻ്റെ നെയിം അല്ലെങ്കിൽ മാൻ ആ ഒരു ഫയലിൻ്റെ നെയിം കൊടുത്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ആർക്കെങ്കിലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോയിൽ നോക്കിയാൽ മതി. അങ്ങനെ H എന്ന് പറയുന്നൊരു ആർഗ്യുമെൻ്റ് കൂടി LSലോട്ട് പാസ് ചെയ്തു. ആ ഒരു സമയത്ത് ടോട്ടൽ 20K എന്നുള്ളത് ആ ഒരു ഫോൾഡറിനകത്ത് വരുന്ന ടോട്ടൽ ഫയലിൻ്റെ സൈസാണ് മെൻഷൻ ചെയ്യുന്നത്. ആദ്യത്തെ ഈ ഒരു 10 ക്യാരക്ടറിൻ്റെ സ്ട്രിങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെർമിഷനെ പറ്റി, അവിടെ ഡീറ്റെയിൽ ആയിട്ട് വരാം. പിന്നെ ആദ്യം കാണുന്ന അബി എന്നുള്ളത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ യൂസറിനെ, ഈ ഒരു സിസ്റ്റത്തിൽ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന യൂസറിൻ്റെ നെയിമാണ് അബി എന്നുള്ളത്. സെക്കൻഡുള്ള അബി എന്ന് പറയുന്നത് അബി എന്ന നെയിമിലുള്ള ഒരു യൂസേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ നെയിമാണ്. പിന്നീട് വരുന്നത് ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫയലിൻ്റെ സൈസ്. പിന്നീട് വരുന്ന സെക്ഷനിൽ ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, പിന്നീട് ആ ഫയലിൻ്റെ നെയിം. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന LSൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട്
എല്ലും എച്ചും 2 ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം LH എന്ന് ചേർത്ത് കൊടുത്താലും സെയിം ഔട്ട്പുട്ടാണ്. ഫയലിൽ അല്ലെങ്കിൽ ഒരു ഫോൾഡറിൽ ഏതൊക്കെ ടൈപ്പുള്ള പെർമിഷൻ ഉണ്ട്? ഇപ്പോൾ ഒരു ഫയലിൽ അല്ലെങ്കിൽ ഫോൾഡറിൽ എന്തൊക്കെ ടൈപ്പ് പെർമിഷൻ ഒരാൾക്കുണ്ട്? ഒരാൾക്ക് വേണമെങ്കിൽ ആ ഫയൽ റീഡ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാം. മൂന്നാമത്തെ പെർമിഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്, അതായത് ആ പ്രോഗ്രാം റൺ ചെയ്യുക എന്നുള്ളൊരു പ്രോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ അത് റൺ ചെയ്യുക എന്നുള്ള പെർമിഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ വന്നത് ഒരു ഫയലിൻ്റെ ഓണർഷിപ്പിനെ പറ്റിയാണ്. അല്ലെങ്കിൽ ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിൽ ആർക്കൊക്കെ അധികാരമുണ്ട്? ഏതെങ്കിലും ഒരു ഫയലിൻ്റെ ഓണർഷിപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ 3 പാർട്ടീസിനും എന്തൊക്കെ പെർമിഷനിലാണ് ആ ഒരു ഫയലിലുള്ളത്. അതിൽ ഓരോ പാർട്ടികളെ നോക്കാം. ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഓണർ, അതായത് ആ യൂസർ, ആ ഒരു ഫയലിൻ്റെ ക്രിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം ഓണർ എന്ന് പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട്, പിന്നെ അതേഴ്സ് ഉണ്ട്. ഗ്രൂപ്പ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള യൂസേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് റൂട്ട് യൂസേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സാധാ സിസ്റ്റത്തിലുള്ള സാധാ യൂസേഴ്സിനെ അറിയാം. ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂസേഴ്സിൻ്റെ ഒരു കളക്ഷനാണ്, ഒരു ഗ്രൂപ്പാണ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ പല തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാനിപ്പം സിസ്റ്റം യൂസ് ചെയ്യുന്നത് അബി യൂസർ നെയിമിലാണ്. ആ അബി എന്ന് പറയുന്ന യൂസർ തന്നെ പല ഗ്രൂപ്പുകളിലും അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ലിനക്സിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ, വിൻഡോസിലായിരുന്നെങ്കിൽ അറ്റ് എ ടൈമിൽ ഒരു യൂസർക്ക് മാത്രമേ ഒരു റിസോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ലിനക്സിൽ എന്ന് പറയുമ്പം ഒരു വ്യത്യാസമുണ്ട്. അറ്റ് എ ടൈമിൽ ഒരു ഫയൽ ഒരുപാട് യൂസേഴ്സിന് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു സമയം ഒരുപാട് യൂസേഴ്സിന് ഫയൽ യൂസ് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഗ്രൂപ്പ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഈ പെർമിഷൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ്. ഒരുപാട് കോൺഫിഗറേഷൻ ഫയലുകളും ഒരുപാട് എക്സിക്യൂട്ടബിളും ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ. നേരത്തെ നമ്മൾ നിയോപിച്ചിൻ്റെ ഔട്ട്പുട്ട് നോക്കിയ സമയം എത്രത്തോളം ഡെബിയൻ പാക്കേജുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു സിസ്റ്റത്തിൽ 2 യൂസർ ആയിരിക്കും. ചിലപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു സെർവർ ആണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ 100 യൂസർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ യൂസേഴ്സ് വരെ ഒരു സെർവറിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലോ കാണും. ഒരു സെർവറിൻ്റെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ കാര്യം എടുത്താൽ അതിൽ 100-ലധികം യൂസേഴ്സ് ഒരേ സമയം ആ ഒരു സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നിയോഫെച്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടിൽ എത്രത്തോളം പാക്കേജുകൾ ഉണ്ടെന്ന് എത്രത്തോളം ഡെബിയൻ പാക്കേജ് ഒരു സിസ്റ്റത്തിലുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഓരോ പാക്കേജിൻ്റെ പ്രോപ്പർട്ടീസിലും ചെന്ന് 100 യൂസേഴ്സിൻ്റെ പ്രിവിലേജ് പ്രത്യേകം എടുത്തു പറഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. ഒരു സിംഗിൾ ഫയൽ 100 ആൾക്കാരെ എങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ള കാര്യം എടുത്തെഴുതിയേക്കാൾ എളുപ്പമാണ് നമ്മുടെ കയ്യിലുള്ള 100 യൂസേഴ്സിനെ ഒരു 2-3 ഗ്രൂപ്പുകളാക്കുക. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും എന്തൊക്കെ പെർമിഷനുകൾ ഉണ്ടെന്ന് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ഫയലിൻ്റെ പ്രോപ്പർട്ടീസിൽ ചെന്നിട്ട് ഒരു ഗ്രൂപ്പിന് ഇന്ന പെർമിഷൻ ഉണ്ടെന്നായി. അപ്പം 4 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 4 ഗ്രൂപ്പിനെ പറ്റിയുള്ള പെർമിഷൻ ഒരു ഫയലിൻ്റെ പ്രോപ്പർട്ടീസിൽ മെൻഷൻ ചെയ്താൽ മതി. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിലോ ഒരു ഫയലിൻ്റെ പ്രോപ്പർട്ടീസിൽ 100 യൂസറും എങ്ങനെ ആക്സസ് ചെയ്യണമെന്ന് എഴുതേണ്ടി വന്നേനെ. അപ്പോൾ ഗ്രൂപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഇനി നമ്മുടെ സിസ്റ്റത്തിൽ ഏതൊക്കെ ടൈപ്പ് യൂസേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതറിയാൻ വേണ്ടി ഒരു കമാൻഡാണിത്. ഗ്രൂപ്പ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. സിംപ്ലി ഗ്രൂപ്പ്സ് എന്ന് കൊടുക്കുന്ന സമയത്ത് സിസ്റ്റത്തിനകത്തുള്ള വെറൈറ്റി ഓഫ് ഗ്രൂപ്പുകളെ പറ്റി സിസ്റ്റത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ യൂസർ നെയിം അബി എന്ന് പറയുന്നതാണ്. അപ്പോൾ അബി എന്ന് പറയുന്ന യൂസർ ഏത് ഗ്രൂപ്പിലാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞു ഒരു യൂസറിന് ഒന്നിലധികം ഗ്രൂപ്പുകളിൽ അംഗമാവാൻ പറ്റുമെന്നും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് സ്പേസ് ഏത് യൂസറിൻ്റെയാണ് അറിയേണ്ടത് അത് കൊടുക്കുക. അത് കൊടുത്ത സമയത്ത് അബി എന്ന് പറയുന്ന യൂസർ, അബി എന്ന് പറയുന്ന ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ ADM എന്ന് പറയുന്ന ഗ്രൂപ്പ്, CD-ROM എന്ന് പറയുന്ന ഗ്രൂപ്പ്, സൂഡോ ഗ്രൂപ്പ്, DIP ഗ്രൂപ്പ്, അങ്ങനെ നീണ്ടു പോകും. അബി എന്ന് പറയുന്ന യൂസർ നെയിമും ഉണ്ട്, അതേ നെയിമിൽ ഒരു ഗ്രൂപ്പും ഉണ്ട്. ഈ ഗ്രൂപ്പ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടതേ ഉള്ളൂ. അതായത് ഈ രണ്ടാമത്തെ അബി എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു അബി. അപ്പോൾ ഇനി നമുക്ക് പെർമിഷൻ്റെ കാര്യത്തിലോട്ട് വരാം. ഈ ഒരു ഔട്ട്പുട്ടിൽ LSൻ്റെ ഔട്ട്പുട്ടിൽ ആദ്യം കാണുന്ന ഈ 10 ക്യാരക്ടറുള്ള സ്ട്രിങ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ലിസ്റ്റിൽ 4 എൻട്രി ഉണ്ട്. ആദ്യത്തെ 3 എൻട്രി 3 ഫയൽസും, 4ാമത്തെ എൻട്രി ഒരു ഫോൾഡറാണ്. ഫോൾഡർ അല്ലെങ്കിൽ ഡയറക്ടറി എന്ന് പറയാം. ഇപ്പോൾ ഫയലുകളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രിങ്ങിലെ ആദ്യത്തെ ക്യാരക്ടർ ഡാഷ് ആയിരിക്കും. അല്ല, ഇതൊരു ഫോൾഡർ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിലെ ആദ്യത്തെ ക്യാരക്ടർ D ആയിരിക്കും. D മീൻസ് ഡയറക്ടറി.
പിന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ RWX 3 തവണ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി എന്തൊക്കെ ടൈപ്പ് പെർമിഷൻ ഉണ്ടെന്ന്. റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. വേറൊരു സ്ലൈഡിൽ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടീസ് ആരൊക്കെയാണ്. ഒന്ന് യൂസർ, വേറൊന്ന് ഗ്രൂപ്പ്, അതേഴ്സ്. ഈ 3 ആൾക്കാർക്ക് വേണ്ടിയാണ് ഇവിടെ RWS 3 റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ആദ്യത്തെ RWX എന്ന് പറയുന്നത് യൂസറിന് വേണ്ടി. രണ്ടാമത്തെ RW എന്ന് വരുന്നത് അബി എന്ന് പറയുന്ന യൂസർക്കല്ല, അബി എന്ന് പറയുന്ന നെയിമുള്ള ഗ്രൂപ്പിന് വേണ്ടി. മൂന്നാമത്തെ RWX എന്ന് പറയുന്നത് അതേഴ്സിന് വേണ്ടി. ഈ സെയിം സാധനം നിങ്ങൾ വേറെ രീതിയിൽ കണ്ടു കാണും. അതൊന്ന് എത്തി കാണിക്കാം. ഇതിലും അതാണ് പറയുന്നത്. ആദ്യം പറയുന്നത് യൂസറിൻ്റെ പെർമിഷൻ, രണ്ടാമത് പറയുന്നത് അബിന്ന് നെയിമുള്ള ഗ്രൂപ്പിൻ്റെ പെർമിഷൻ, മൂന്നാമത് പറഞ്ഞേക്കുന്ന ആക്സസ് ഇതിന് ഹെഡിങ് ഇട്ടിട്ടില്ല. ഹെഡിങ് ഇട്ടിട്ടില്ല, പക്ഷേ അതേഴ്സിന് വേണ്ടി ഈ പറയുന്ന യൂസറും ഗ്രൂപ്പും അല്ലാണ്ട് ബാക്കിയുള്ളവരെ എങ്ങനെ ആക്സസ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ മൂന്നാമത്തെ പെർമിഷൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത്. പെർമിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് chmod എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പെർമിഷൻ എല്ലാവർക്കുമായിട്ടും കൊടുക്കണം. എക്സിക്യൂട്ടബിൾ പെർമിഷൻ എല്ലാവർക്കും കൊടുക്കണമെന്നെങ്കിൽ പെർമിഷൻ നമുക്ക് അങ്ങോട്ട് ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാൻ വേണ്ടി പ്ലസ് നമുക്ക് ഏത് പെർമിഷനാണ് കൊടുക്കേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷനാണ് കൊടുക്കേണ്ടത് എക്സ്, എന്നിട്ട് ഫയലിൻ്റെ നെയിം script.sh. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തോ മാറ്റം എന്ന് നോക്കാം. നമ്മൾ എക്സിക്യൂട്ടബിൾ പെർമിഷൻ കൊടുക്കുന്നതിന് മുമ്പ് ആ ഒരു ഫയലിൻ്റെ പെർമിഷൻ ഇതുപോലെ ആയിരുന്നു. ഒരു ഗ്രൂപ്പിലുള്ള ഒരു കാറ്റഗറിയുള്ള ആൾക്കാർക്ക് പോലും എക്സിക്യൂട്ടബിൾ പെർമിഷൻ ഇല്ല. നമ്മൾ chmod വഴി എക്സിക്യൂട്ടബിൾ പെർമിഷൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നോക്കിയ സമയത്ത് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും എക്സിക്യൂട്ടബിൾ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ chmod കഴിഞ്ഞ് +x എന്ന് കൊടുക്കുന്ന സമയം +x അല്ലെങ്കിൽ ഒരു പെർമിഷൻ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പ്ലസ് ആ ഒരു പെർമിഷൻ, എനിക്കൊരു പെർമിഷൻ എടുത്ത് കളയണമെങ്കിൽ chmod, പെർമിഷൻ എടുത്ത് കളയാൻ വേണ്ടി മൈനസ്, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരിൽ നിന്നും W റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ chmod script.sh. ഈ ഒരു സമയത്ത് എല്ലാ കാറ്റഗറികളും ഓൾറെഡി നേരത്തെ 2 പേർക്ക് പെർമിഷൻ ഇല്ലായിരുന്നു, ബാക്കിയുള്ള യൂസറിനും കൂടെ റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ അവിടെ നിന്ന് പോയി. നമുക്ക് ഇത്ര നേരം നോക്കിയത് എങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കാം, എങ്ങനെ ഒരു പെർമിഷൻ എടുത്ത് കളയാമെന്ന്. നമ്മൾ ഓരോ തവണ പെർമിഷൻ കൊടുക്കുമ്പോഴും എടുത്ത് കളയുമ്പോഴും സംഭവിക്കുന്നത് ഈ 3 കാറ്റഗറി യൂസർ, ഗ്രൂപ്പ്, അതേഴ്സ് 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഒരുപോലെ പെർമിഷൻ കൊടുക്കുകയും പെർമിഷൻ എടുത്ത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രം പെർമിഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ chmod, ഇനിയിപ്പോൾ ഏത് കാറ്റഗറിയാണ് യൂസറിനാണ് മാറ്റേണ്ടത് എന്നുണ്ടെങ്കിൽ U കൊടുക്കണം. U കൊടുത്തു കഴിഞ്ഞ് ഇനി ഏത് ഓപ്പറേഷനാണ് പെർമിഷൻ എടുത്ത് കളയേണ്ട ഓപ്പറേഷനാണ് എന്നുണ്ടെങ്കിൽ മൈനസ്, നേരത്തെ പറഞ്ഞ പോലെ മൈനസ് ഏതൊക്കെയാണ്, ഞാനിപ്പോൾ റൈറ്റും എക്സിക്യൂട്ടബിളും എടുത്ത് കളയാണ് WX. അത് ഏത് ഫസ്റ്റ് കാറ്റഗറി, പിന്നെ എന്നുള്ളത്, പിന്നെ അതിൻ്റെ ഓപ്പറേഷൻ ഏത് ഫയലിന് വേണ്ടി, സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയലിന് വേണ്ടി. അതുകൊണ്ടിപ്പോൾ യൂസറിൻ്റെ മാത്രം റൈറ്റ് എക്സിക്യൂട്ടബിൾ പെർമിഷൻ ഇവിടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാറ്റഗറിയെ മാത്രം ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. യൂസറല്ല ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ യുവിന് പകരം G യൂസ് ചെയ്യാം. ഗ്രൂപ്പല്ല അതേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ പെർമിഷൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ മൈനസിന് പകരം പ്ലസ് യൂസ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് chmod പല രീതിയിലായിട്ട് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. നിങ്ങൾ പലയിടത്തും കണ്ടാണ് ഏതെങ്കിലും പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ നമ്പറുകൾ കാണാറുണ്ട്. ഈ നമ്പർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഉദാഹരണമായിട്ട് chmod 777 demo py, ഒരു പൈത്തൺ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരു പെർമിഷൻ, എല്ലാ പെർമിഷനും കൊടുത്തേക്കാണ്. ഇതിൽ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് ആദ്യത്തെ കാറ്റഗറി. നമുക്കറിയാം നമ്മുടെ ലിനക്സിൽ ആദ്യത്തെ പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഫയലിൻ്റെ ഓണറാണ്, അല്ലെങ്കിൽ ആ യൂസറാണ്. രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. മൂന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് അതേഴ്സാണ്. അപ്പോൾ ഓരോ നമ്പറും ആരുടെയാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ഓരോ നമ്പറായിട്ട് നോക്കാം. 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പെർമിഷൻ പോലും കിട്ടത്തില്ല.
ഒന്നാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയുള്ള ആൾക്കാർക്ക് എക്സിക്യൂട്ട് മാത്രം ചെയ്യാം. 2 ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് മാത്രം ചെയ്യാം. 3 ആണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടും റൈറ്റും ഒരുപോലെ ചെയ്യാം. 4 ആണെന്നുണ്ടെങ്കിൽ റീഡ് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ 5 എന്ന് പറയുന്നത് റീഡ് ചെയ്യാനും അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. 6 എന്ന് പറയുന്നത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും മാത്രം പറ്റും. 7 എന്ന് പറയുന്നത് എല്ലാവിധ പെർമിഷനുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ നമ്മൾ മുമ്പ് കമാൻഡ് കൊടുക്കുന്ന പോലെ ഇതുപോലെ കാറ്റഗറി മെൻഷൻ ചെയ്ത് എന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഈ ഒരു 777 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 കാറ്റഗറിയുള്ള ആൾക്കാർക്കും എല്ലാ പെർമിഷനും കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എല്ലാ പെർമിഷനും കിട്ടി. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വേറൊരു കേസ് നോക്കാം. അപ്പോൾ യൂസറിന് എല്ലാ പെർമിഷനും വേണം, അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു പെർമിഷനും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് CH മോഡ് യൂസറിന് എല്ലാ പെർമിഷനും വേണം, ബാക്കി ഉള്ള ആൾക്കാർക്ക് ഒരു പെർമിഷനും പാടില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഈ നമ്പർ വഴി നമുക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഈ പെർമിഷൻ മാറ്റുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ഈ നമ്പർ വഴി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്, എളുപ്പം മാറ്റാൻ വഴി. അപ്പോൾ നമ്മൾ നമ്പർ യൂസ് ചെയ്യുന്ന വഴി കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാനും റിവോക്ക് ചെയ്യാനും പറ്റും.